കുഞ്ഞുങ്ങളുടെ നമ്മുടെ ഈ ചർച്ച ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ ഇപ്പോൾ ഈ വാട്സാപ്പിലൂടെ വന്ന ഒരു കാര്യം എല്ലായിടത്തും പ്രചരിക്കുന്നത് കേരള കൗമുദിയുടെ 2001 ഈ തെരഞ്ഞെടുപ്പ് വിധി വന്ന ദിവസത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജാണ്. മറ്റൊരു 99 എന്ന് പറഞ്ഞാണ്. UDF 99 വോട്ട്, LDF 40, UDF തകർപ്പൻ ജയം, AK ആന്റണിയുടെ മുഖമൊക്കെ വെച്ച് വലിയ ഇരുട്ടടി പരാജയങ്ങൾ, ഇടിവെട്ട് വിജയങ്ങൾ എന്നൊക്കെ ആയിട്ട് ഉള്ള വാർത്തയാണത്. ആ മുൻപേജ് കാണാമെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. തമിഴ്നാട്ടിലെ ADMK, ബംഗാളിൽ ഇടതുമുന്നണി എന്നിങ്ങനെ എല്ലാം മുന്നിലുണ്ട്. മന്ത്രിമാരായ PJ ജോസഫ്, KE ഇസ്മായിൽ, VP രാമകൃഷ്ണപിള്ള, കൃഷ്ണൻ കണിയാമ്പറമ്പിൽ, സ്പീക്കർ M വിജയകുമാർ, ഡെപ്യൂട്ടി സ്പീക്കർ CA കുര്യൻ, ചീഫ് വിപ്പ് TK ഹംസ തുടങ്ങിയവർക്ക് തോൽവി എന്നിങ്ങനെ ഉണ്ട്. അതിനകത്ത് താഴത്തെ ഒരൊറ്റ കോളം വാർത്ത വിധി സർക്കാരിന് എതിരല്ല എന്നാണ്. ഞാനിപ്പോൾ ഈ ഇടവേള പോകുമ്പോൾ ഇത് വായിക്കുകയായിരുന്നു, അപ്പോഴാണ് എനിക്ക് ഇത് അയച്ചു കിട്ടിയത്. അതിനകത്ത് വിധി സർക്കാരിനെതിരല്ല പിണറായി, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം LDF സർക്കാരിനെതിരായ വിധിയെഴുത്തല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. എല്ലാ തത്വങ്ങളും മൂല്യങ്ങളും മറന്നുള്ള UDF, BJP, PDP അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ വിജയമാണെന്നും ഇന്നലെ AK സെൻറ്ററിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. LDF സർക്കാരിനെതിരെ ജനവികാരമുണ്ടെങ്കിൽ അത് കഴിഞ്ഞ 5 വർഷം നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമാകുമായിരുന്നു. അതുണ്ടായില്ല. പോളിംഗ് ദിവസം ഭൂരിഭാഗം മണ്ഡലങ്ങളിലും UDF, BJP പ്രവർത്തകർ ബൂത്തുകളിൽ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. പല ബൂത്തിലും BJP കാളില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ ഇത് പറഞ്ഞതാണ്. ഇത്രയുമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ. ഇത് UDF 99 വോട്ട് വാങ്ങിയിട്ട് 99 സീറ്റ് വാങ്ങിയിട്ട് LDF 40 സീറ്റ് മാത്രമായിട്ട് LDF പരാജയപ്പെട്ടു പോകുന്ന കാലത്ത് പറയുന്ന അതേ കാര്യം എന്തിനാണ് ഇപ്പോൾ ഇത്ര വലിയ വിജയമുണ്ടായ ശേഷവും പറയുന്നത് എന്ന ഒരു സംശയം സ്വാഭാവികമായിട്ടും സാധാരണ രാഷ്ട്രീയം മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് തോന്നുകയില്ലേ? അതായത് ഇത്ര വലിയ വിജയം LDF ഉണ്ടായതിന് പല കാരണങ്ങളുണ്ട്. ജനപ്രിയമായ ജനാനുകൂലമായ നിലപാടുകൾ എടുത്തത് എന്ന് LDF തന്നെയും അവകാശപ്പെടുന്ന പല കാരണങ്ങളുണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ട് BJPയോട് കേരളത്തിലെ ജനതയ്ക്ക് വലിയ താല്പര്യമില്ല എന്നൊരു സാഹചര്യത്തെയും വേണമെങ്കിൽ LDF പറയാം. പക്ഷേ അതൊന്നും പറയാതെ ഈ കോൺഗ്രസുമായുള്ള അവിശുദ്ധ സഖ്യമാണ് എന്ന് താഴെ വീണ് കിടക്കുന്ന കോൺഗ്രസിനെയും UDFനെയും വീണ്ടും ചവിട്ടി മെതിച്ചുകൊണ്ട് പറയേണ്ടുന്ന കാര്യമുണ്ടോ? അല്ല, സനീഷ് ഈ പറഞ്ഞ കേരള കൗമുദി പത്രത്തിന്റെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഈ BJP കോലീബി സഖ്യം പരീക്ഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് 91 തെരഞ്ഞെടുപ്പ്. ബേപ്പൂരിലും അതേ ആയിരുന്നു ആ സഖ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിയമസഭയിലേക്കുള്ള രൂപം. അതേപോലെ തന്നെ ലോകസഭയിലേക്ക് വടകരയായിരുന്നു. അപ്പൊ വളരെ വൈകാരികമായ ചില ഘടകങ്ങൾ ചേർന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതെന്ന് സനീഷ് ഓർമ്മിക്കണം. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ആ കോലീബി സഖ്യത്തിന്റെ നേട്ടകോട്ടങ്ങളെ സംബന്ധിച്ച് പിന്നീട് KG മാരാരുടെ പുസ്തകത്തിലും അദ്ദേഹത്തിന് വേണ്ടി KP കുഞ്ഞിക്കണ്ണൻ എഴുതിയ പുസ്തകത്തിലും പിന്നീട് രാമൻപിള്ള എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയിലും വളരെ വിശദമായ പരാമർശങ്ങളുണ്ട്. അതും സനീഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ കൃത്യമായി ഞങ്ങൾക്ക് അതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടായില്ല, പക്ഷെ UDF കോൺഗ്രസിന് അതുകൊണ്ട് പലയിടങ്ങളിലും നേട്ടമുണ്ടായി എന്ന് മാരാരും രാമൻപിള്ളയും ഒരുപോലെ തന്നെ അതിനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് 2001 ശ്രീ KT, അതായത് നായനാർ സർക്കാരിന്റെ കാലം കഴിഞ്ഞ് AK ആന്റണി വരുന്ന തെരഞ്ഞെടുപ്പല്ലേ ഇത്? 91 2001 2001 ഇത് പിന്നീടാണ്. ഞാൻ ചോദിക്കുന്നത് 91 ആണെങ്കിലും 2001 ആണെങ്കിലും എല്ലാ കാലത്തും ഇതിങ്ങനെ ഒരു നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യം പോലെ പറയുകയാണോ എന്ന് ചോദ്യം വരില്ലേ? രാഷ്ട്രീയ അതല്ല, പഠിച്ചു വെച്ചൊരു കാര്യം പറയുന്നില്ല. നമ്മൾ ഈ BJPയുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധം വളരെ അപകടകരമായ രീതിയിൽ നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും മാത്രമല്ല കോൺഗ്രസിനെ പോലും വലിയ രീതിയിൽ അസ്ഥിരീകരിക്കുന്ന പ്രവണതയാണ് രാജ്യത്താകെ ഉള്ളത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി വരികയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുക എന്നൊക്കെയുള്ള ഒരു അന്തരീക്ഷം വന്നപ്പോഴാണല്ലോ കോൺഗ്രസ്സുകാർ ഉഷാറായത്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തപ്പോഴാണ്. അതിനു മുമ്പ് എന്തായിരുന്നു കേരളത്തിൽ? K. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ BJPയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഷായി വരെ ആയിട്ടുള്ള ചർച്ചകൾ, കൂടിക്കാഴ്ചകളൊക്കെ തന്നെ ഏർപ്പാട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലും സംഘപരിവാറിന്റെ ഭാഗമാകുന്നതിൽ യാതൊരു മടിയില്ലാത്തവരുമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1950 മുതൽ തന്നെ ഈ ജനസംഘവുമായിട്ടുള്ള ബാന്ധവം കേരളത്തിലെ കോൺഗ്രസ്സുകാർ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 99 സീറ്റ് CPM കിട്ടുന്നു എന്ന് മാത്രമല്ല, 2001 91 വ്യത്യസ്തമായ ഒരു ദേശീയ സാഹചര്യം ഇവിടെയുണ്ട്. കോൺഗ്രസ് ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ബാൽക്കനൈസ് ചെയ്യപ്പെടുകയാണ്, ഒരർത്ഥത്തിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ വലിയ രീതിയിൽ വിഴുങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി, സോഷ്യൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഓപ്പറേഷൻ താമരയും ഈ BJPയുടെ മോഡിയുടെ അമിത്ഷായുടെയും ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ അനന്തരഫലം എന്ന് പറയുന്നത്
BJPയുടെ ആശയങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എതിരായിട്ട് സമരം ചെയ്യുന്ന മതനിരപേക്ഷവാദികളായ കോൺഗ്രസ്സുകാര് ഇന്ന് രംഗത്ത് വരേണ്ട ആവശ്യമുണ്ട്. ആ കോൺഗ്രസ്സുകാര് BJP മുന്നോട്ട് വെക്കുന്ന അജണ്ടയിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയം പറയാൻ കഴിയണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ അജണ്ടയിൽ നിന്ന് മാറിയിട്ടുള്ള രാഷ്ട്രീയം പറയേണ്ടേ എന്ന ചോദ്യമാണ് കോൺഗ്രസ്സുകാർക്ക് മുന്നിലുള്ളത്. ഞാൻ തിരിച്ചു വരാം CKT താങ്കളിലേക്ക്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ BJP നേതാവ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുകയാണ്. അദ്ദേഹം ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. താങ്കളുടെ പാർട്ടി, താങ്കൾ ഇവിടെ ഇല്ലാത്തപ്പോഴും 1 മണിക്കൂറും താങ്കളുടെ പാർട്ടിയായിരുന്നു ചർച്ച. അതായത് വോട്ട് 15% നിന്ന് 11% കുറഞ്ഞിട്ടും BJP ആണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ലാൽകുമാർ, ഞാൻ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് ശ്രീ ശ്രീകുമാറിലേക്ക് പോയതിനു ശേഷം ഞാൻ വന്നുകൊള്ളാം. ശ്രീ ശ്രീകുമാർ, ഇവിടെ ഈ രാഷ്ട്രീയമായിട്ട് BJPയുടെ ഒരു ലൈറ്റ് വേർഷനായിട്ട് കോൺഗ്രസ് മാറിയത് കൊണ്ടുണ്ടായ ക്ഷീണമാണ്. അതായത് BJPയുടെ വോട്ട് കൂടെ സമാഹരിച്ചേക്കാം, ശബരിമലയുടെ ഫലമായിട്ടാണ് ലോക്സഭാ ഇലക്ഷനിൽ വലിയ വിജയമുണ്ടായതെന്ന് കണ്ടിട്ട് BJPയുടെ വോട്ട് കൂടെ സമാഹരിച്ചേക്കാം ആകുന്ന വിധത്തിലൊക്കെ എന്ന് വിചാരിച്ചിട്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് കൂടെ നീങ്ങിയപ്പോഴുണ്ടായ സ്വാഭാവിക തിരിച്ചടിയല്ലേ ഇത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ, എന്ന് വെച്ചാൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ന ചോദ്യം വന്നാൽ എന്ത് പറയും? സനീഷ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ. അതായത് ധർമ്മം ശരണം ഗച്ഛാമി എന്നുള്ള രാമൻപിള്ളയുടെ പുസ്തകത്തിലെ ഒരു അധ്യായം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് BJPയുടെ. അപ്പൊ BJPയെ കുറിച്ച് പഴയ കാലം തൊട്ട് BP മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളതാണ് എന്റെ ഓർമ്മ, ആ പുസ്തകം വായിച്ചപ്പോൾ. അപ്പൊ അതില് അന്ന് തൊട്ടേ ഇങ്ങനെ കുറെ സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BJPയിൽ തന്നെയുള്ള തുടക്കത്തിൽ തന്നെയാണ് ഇങ്ങനെ അന്ന് രാമൻപിള്ള പുസ്തകത്തിൽ എഴുതിയ ഞാൻ സ്വതന്ത്രനായതുകൊണ്ട് എന്നും പറയാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് കുറെ കാലം മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പൊ ശ്രീ കുഞ്ഞിക്കണ്ണൻ മാഷ് പറഞ്ഞല്ലോ നമ്മുടെ കോൺഗ്രസ് ബന്ധത്തെ കുറിച്ച്. ഞാൻ ചോദിട്ടെ, ഈ KG മാരാരായാലും അതുപോലെ തന്നെ പാലക്കാട് ശിവദാസ മേനോൻ മത്സരിച്ചപ്പോഴും പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിച്ചപ്പോഴും ഒക്കെ KG മാരാരുമായിട്ടുള്ള ഒരു സഖ്യമായിരുന്നില്ല, അന്ന് ജനസംഘമായിട്ടുള്ള സഖ്യമായിരുന്നില്ലേ? അപ്പൊ അത് CPM അതെല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടി അവര് എത്രയോ കാലമായിട്ട്, ഇപ്പൊ 2001 AK ആന്റണി 99 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നപ്പോഴും പിണറായി പറഞ്ഞത് ഇപ്പൊ സനീഷ് വായിച്ചു കേൾപ്പിച്ചല്ലോ. അപ്പൊ അവർക്ക് ഏത് തെരഞ്ഞെടുപ്പിലാണ് CPM നേതൃത്വം കോൺഗ്രസ് BJP ബന്ധം ആരോപിക്കാത്ത ഏത് തെരഞ്ഞെടുപ്പാണ് ഉള്ളത്? ഏത് ഫലമാണുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ട്, അസംബ്ലി കാലത്തുണ്ട്, വെറും നിസ്സാരമെന്ന് പറയാവുന്ന വാർഡ് തെരഞ്ഞെടുപ്പ് കാലത്തും അവരത് പറയും. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ ഒരു സ്ഥിരമായിട്ടൊരു പല്ലവിയാണ്. അത് ആവർത്തിച്ച് സത്യം പറഞ്ഞാൽ അതങ്ങ് മടുത്തു, ജനത്തിന് മടുത്തു. ഇന്ന് മുഖ്യമന്ത്രി അത് വീണ്ടും എടുത്തിട്ടിരിക്കുക. ഇന്നത്തെ എടുത്തിട്ട് എന്തിനാണ്? അത് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് എന്തോ വലിയൊരു അജണ്ട മാറ്റാനുള്ള ഉദ്ദേശമുണ്ട്. കാരണം ഇപ്പൊ നാളെ ചർച്ച വരും. നാളെ എങ്ങനെ ചർച്ച വരുമെന്നറിയോ? കേരളത്തിലെ ജനങ്ങളെ രണ്ടായി തരംതിരിച്ച്, ഉള്ളവനും ഇല്ലാത്തവനും എന്ന് തരംതിരിച്ച് അതിലെല്ലാവർക്കും കിറ്റ് കൊടുത്ത് അതിൽ തന്നെ ഒരു പ്രത്യേക കാലഘട്ടം കേരളത്തിൽ വന്നു. ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ട കടമ അത് ചൂഷണം ചെയ്ത് അത് വോട്ടാക്കി മാറ്റുന്നു എന്ന രീതിയിലേക്ക് നാളെ ചർച്ച വരുമ്പോൾ അതൊന്നും മാറ്റിയിടാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നാണ് ഈ BJP ചർച്ച. മണ്ഡലങ്ങളാണ് രസമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ ശ്രീകുമാർ, താങ്കൾ കോൺഗ്രസിന്റെ നേതാവല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്ക് ആഗ്രഹിക്കുന്ന ഒരു നിരീക്ഷനായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇത്ര വലിയ അപകടത്തിൽ ആ പാർട്ടി പെട്ട് കിടക്കുമ്പോഴെങ്കിലും അവർ തിരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാലേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഉപദേശം കൂടെ താങ്കൾ കൊടുക്കാൻ യഥാർത്ഥമായിട്ട് താങ്കൾ ഉള്ളിലെങ്കിലും ആഗ്രഹിക്കുന്നില്ലേ? ഇതിപ്പോൾ CPMകാർ കിറ്റ് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് വിജയമുണ്ടായത്, കോൺഗ്രസിന് ക്ഷീണമൊന്നുമില്ല എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അവർ കൂടുതൽ അപകടങ്ങളിലേക്കല്ലേ പോവുക? അങ്ങനെ വ്യാഖ്യാനിക്കരുത്. കിറ്റും പെൻഷനും എന്നുള്ളതൊക്കെ CPMകാരും ഇടതുമുന്നണിയും പരോക്ഷമായി, പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് അവർ പറഞ്ഞു. അവരെ നല്ല വാക്കുപയോഗിക്കും, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വാക്കുപയോഗിക്കും. കോവിഡ് കാലം നിർഭാഗ്യകരമായിരുന്നു. ഒരു ഗവൺമെന്റ് ആ സമയത്ത്, അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണെങ്കിലും ചെയ്യും, നായനാർ ഗവൺമെന്റ് ആണെങ്കിലും ചെയ്യും, പിണറായി ആണെങ്കിലും ചെയ്യും, ഇനിയിപ്പോ നാളെ BJPയുടെ ഗവൺമെന്റ് ആണെങ്കിൽ അവരും ചെയ്യും. അതൊരു കടമയാണ്. പക്ഷെ ആ കടമ വളരെ തന്ത്രപൂർവ്വം, നിങ്ങൾക്ക് എത്ര വാർത്തയും ചിത്രങ്ങളും സനീഷ പത്രങ്ങളിൽ വന്നു. പെൻഷൻ കൊടുക്കുമ്പം അതിൻ്റെ ഒപ്പം തന്നെ തപാൽ വോട്ട് മേടിക്കുന്ന അവസാനം വരെ വന്നില്ലേ? പിന്നെ സഹകരണ സംഘങ്ങൾ ഒരു പെൻഷൻ കൊടുക്കുമ്പോൾ എന്താ അമ്മൂമ്മമാരോട് പറഞ്ഞിരുന്നത്? ഇതൊക്കെ പത്രത്തിൽ വന്നതല്ലേ? അല്ല ശ്രീകുമാർ, ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയും ചർച്ച ചെയ്താണ്. നേരത്തെ ലാൽ പറഞ്ഞതുപോലെ താങ്കളടക്കം ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ ശ്രീകുമാർ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായി വിധിയെല്ലാം വന്നിട്ട് ചില കുഴപ്പങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തും UDFന്റെ ഭാഗത്തും ഉണ്ടായി. ലീഗിന് പോലും വോട്ട് കുറഞ്ഞല്ലോ. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചില രാഷ്ട്രീയ ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കണം എന്നെങ്കിലും പറയേണ്ടുന്നൊരു സാഹചര്യം അല്ലേ ഇത്? അല്ലല്ല, ഇതിന്റെ രാഷ്ട്രീയ ഞാൻ പറയട്ടെ, 2-3 മുന്നണികൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് BJP പേരിനേ ഉള്ളൂ.
മൂന്ന് മുന്നണികൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു. പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമുള്ള നിഷ്പക്ഷമതികളായ വോട്ടർമാരുണ്ട്. അവർക്കൊരു മൂന്നാമത്, ഇപ്പൊ തൃശ്ശൂർ ഞാൻ പറയാം, ഒരു ചെറിയ ഉദാഹരണം, തൃശ്ശൂർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയായി വന്നു. സുരേഷ് ഗോപി സ്ഥാനാർത്ഥി വന്നപ്പോൾ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാണ്, BJP MP ആണ്. അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം ഒരു നല്ല സിനിമാ നടനാണ്, ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സൂപ്പർ സ്റ്റാറിന് വോട്ട് കൊടുക്കുക എന്നുള്ള ചിന്ത കോൺഗ്രസിന് വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമുള്ള ഒരുപാട് പേര് ഒന്ന് മാറി ചിന്തിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഓരോ വോട്ട് കിട്ടി, കോൺഗ്രസ് തോറ്റു, പത്മജ ഇവിടെ തോറ്റു, 900 ശിഷ്ട വോട്ടുകൾക്ക് പത്മജ തോറ്റു. ഇടതുപക്ഷം മുന്നണി അവർ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല ഇവിടെ ജയിക്കുന്നുള്ളത്. അതെങ്ങനെ സംഭവിച്ചു? ആ വോട്ട് നാളെ അത് BJP ഗണത്തിൽപ്പെടുത്താൻ പറ്റൂ? ഇല്ലല്ലോ. അത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടാണ്, പാലക്കാട് ശ്രീധരന് കിട്ടിയ പോലെ സുരേഷ് ഗോപി കിട്ടിയ വോട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇതിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ മറിച്ചായില്ല. അല്ല, ഒരു മിനിറ്റ് സനീഷേ, ഒരു മിനിറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആലത്തൂരിലെ കാര്യം നമ്മൾ കണ്ടതല്ലേ, പാലക്കാടെ കാര്യം നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ ഒരു വിധിയും ഒരു ജനവിധിയും ശാശ്വതമല്ല, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതാത് കാലത്തെ രാഷ്ട്രീയ മത്സരം മാറിക്കൊണ്ടിരിക്കും. അത് ശരിയാണ്. ആ പറഞ്ഞ അവസാനത്തെ പോയിന്റ് ശരിയാണ്, പൂർണ്ണമായിട്ട് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ അപ്പോഴും അതിനോടൊപ്പം രാഷ്ട്രീയമായിട്ട് പ്രവർത്തിച്ചാലാണ് അതിലേക്ക് എത്തിച്ചേരുക എന്നൊരു സംഗതി കൂടെ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയുമല്ലോ. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണനോ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ലാൽകുമാർ, താങ്കൾ കുറേ നേരത്തെ കാര്യങ്ങൾ പറയാനുണ്ടാവും, പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ ഞാൻ ഉദ്ധരിക്കാം, ആ വിഷയം തന്നെ ഞാൻ വീണ്ടും എടുത്തില്ല. അതായിരിക്കും ഏറ്റവും എളുപ്പം. ശ്രീകുമാർ ചേട്ടനോട്ട് പറയുമ്പോൾ ഏറ്റവും എളുപ്പതാണ്. ഞാൻ അന്ന് പറഞ്ഞു, ഒരു മുന്നണി ഞാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 140 സീറ്റിലും ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. കാര്യം ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, അതുകൊണ്ട് ഡിക്ലെയർഡ് ആണ്, എന്നൊരു സംശയമില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞത്, എനിക്ക് അപ്പുറത്ത് നിൽക്കുന്ന വീക്കായിട്ടുള്ള കോൺഗ്രസിനെ തോപ്പിക്കാൻ ഒരാഗ്രഹവും ഇല്ല. ഞാൻ പറഞ്ഞത്, ഭീമൻ മല്ലയുദ്ധം നടത്തുന്നുണ്ടെങ്കിൽ ദുര്യോധനുമായി, അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന നകുലനുമായിട്ട് പിടിക്കാൻ താല്പര്യമില്ലെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അല്ലേ, ഓർക്കുന്നുണ്ടോ? ഇവര് നകുലനും അല്ല, സഹദേവനും അല്ല, അപ്പുറത്ത് നിൽക്കുന്ന ഏതോ ഒരു ഉണങ്ങിയിരിക്കുന്ന ഒരാളുടെ കൂട്ടത്തിലെ ആളായിപ്പോയി കോൺഗ്രസ്. അത്രത്തോളം സ്ട്രെങ്ത്ലെസ് ആയിപ്പോയി ഇവർ, അത്രത്തോളം സ്ട്രെങ്ത്ലെസ് ആയിപ്പോയി ഇവർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇവർക്കൊരു ലീഡർ ഇല്ല. ഈ കാലം എന്താണ്? ഈ കാലഘട്ടത്തിൽ ഒരു നേതാവിനെ സമൂഹം ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എങ്ങനെ വേണ്ടി എടുത്തു നോക്കൂ, ഒരു ക്രൈസിസ് സിറ്റുവേഷനിനകത്ത് എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറിനെ കോൺഗ്രസിന് ക്രൈസിസ് സിറ്റുവേഷന് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ സംഘടനയുടെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പുറത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ശക്തി നിൽക്കുന്നു, ഒരു നേതാവിലേക്ക് എല്ലാ ഫോക്കസും മാറി. ഇവര് കുറ്റപ്പെടുത്തിയാണ് പറയുന്നത് സ്ഥാനത്തിൽ, എല്ലാം ഏകാധിപത്യ പ്രവണത എന്നൊക്കെ ഇവർ ചുമ്മാ ഓരോ വാക്കുകൾ പറയും. പക്ഷെ കുഴപ്പം, ഒരു ക്രൈസിസ് സിറ്റുവേഷന് ഒരു പാർട്ടിക്ക് ഒരു ലീഡറെ കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തെറ്റല്ല. ഇപ്പം ഈ പറഞ്ഞതല്ലേ 118 നമ്മുടെ കേരളത്തിൽ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു. അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് സംസാരിച്ച പോയിന്റിൽ, ജനം സംസാരിച്ച പോയിന്റിൽ അദ്ദേഹം അത് വിഡ്രോ ചെയ്തു, അതിനകത്ത് മുന്നോട്ട് പോയില്ല. ഒരു ഉദാഹരണം, അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞതെന്നറിയോ, ഒരു പരിധി വരെ പറഞ്ഞത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇവിടുത്തെ ആൾക്കാർക്ക്, കോൺഗ്രസ്സുകാർക്ക്, പ്രതിപക്ഷത്തിന് സംസാരിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ബില്ല് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പിണറായി വിജയൻ ഇങ്ങനെ ബില്ല് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മിണ്ടായിരിക്കുമോ? ഈ പറയുന്ന സനീഷേട്ടൻ മിണ്ടായിരിക്കുമോ? ശ്രീകുമാരേട്ടൻ മിണ്ടായിരിക്കുമോ? ഞാൻ മിണ്ടാതിരിക്കുമോ? നമ്മൾ മിണ്ടത്തില്ലേ? സംസാരിക്കത്തില്ലേ? അപ്പം അവരൊരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. എന്ത്? ഒരു ഏകാധിപതിയുടെ ടോണുള്ള ഒരു നേതാവ് ഇപ്പുറത്ത് ഉയർന്നു വരുന്നു. അങ്ങനല്ല, നിങ്ങൾ അതിനെ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ട്രോങ് ലീഡർ ഇപ്പുറത്ത് ഉയർന്നു വരുന്നു എന്നാണ്. ആ സ്ട്രോങ് ലീഡർ ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങാൻ പോകുന്നു. ആ സമൂഹത്തിന് അത് ആവശ്യമാണ്. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ഈ കോവിഡ് കാലത്തെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ ഇവര് AICC പോകണം, ഡൽഹിയിൽ നിന്ന് പോകണം, ഡൽഹി രാഹുൽ ഗാന്ധി വരണം, അല്ലെങ്കിൽ സോണിയാഗാന്ധി ഇവരെ സന്ദർശിച്ച് അതൊക്കെ ശ്രീ ലാൽകുമാർ, അതൊക്കെ നമ്മൾ ഊഹം വെച്ച് ചർച്ച ചെയ്യുന്നില്ലേ? ഒരു പക്ഷേ അവരായിരുന്നെങ്കിൽ അവരും ഇതുപോലത്തെ ക്രൈസിസ് കാലമല്ലേ, അങ്ങ് ഉയർന്നേനെ അതിനനുസരിച്ച്. അത് ഉയർന്നേനെ എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തീരും, പേടിക്കണ്ട, ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തീരും. അത് പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞ നറേറ്റീവ് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ? ഇവർ വോട്ട് ചെയ്യാഞ്ഞത് ഞാൻ പറഞ്ഞ നറേറ്റീവ് ഇവിടുത്തെ ജനം വിശ്വസിക്കുന്നുണ്ടോ വോട്ട് ചെയ്യാഞ്ഞത്? അല്ല, ഇവർ വോട്ട് ചെയ്തതിനും കുറച്ചുകൂടെ വോട്ട് കിട്ടിയതിന്. അല്ല, അവിടെ ശ്രീ ലാൽ അങ്ങനെയൊക്കെ പറയാമോ? അതായത് നമ്മളിപ്പോൾ നേരത്തെ വായിച്ച 2001 പത്രവാർത്ത തന്നെ നമ്മുടെ മുന്നിലെ 99 സീറ്റ് UDF നേടി, 40 സീറ്റ് മാത്രമേ LDF ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ LDF ഇപ്പോൾ 99 സീറ്റുമായിട്ട് ഭരിക്കുകയാണ്, തുടർ ഭരണം. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഇല്ലാതായി പോയില്ല കോൺഗ്രസ്. അല്ലല്ല, അപ്പൊ ഞാൻ അടുത്ത ചോദ്യം സനീഷേട്ടൻ പറ, 2001 എന്ത് ക്രൈസിസാ സമൂഹം നേരിട്ടത്, രാജ്യം നേരിട്ടത്?
ഒരു ലീഡറിന്റെ ആവശ്യം എന്തായിരുന്നു അവിടെ? ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ലീഡറിന്റെ ആവശ്യം കൂടെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പിണറായി വിജയൻ ഒരു വലിയ ക്രെഡിറ്റ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. ഞാനൊന്ന് പറയട്ടെ. എനിക്കറിയാം താങ്കൾക്ക് പറയാനുണ്ട്. ഞാൻ താങ്കൾക്ക് മതിയായ സമയം നൽകിക്കൊള്ളാം. ഞാൻ താങ്കളിലേക്ക് വരാം. കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി നടത്തിയതായ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്താ മറന്നു? അതാണ് ആ പ്രശ്നങ്ങളുണ്ട് ശീലാലെ. ഇവിടെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ ഈ 100 വർഷത്തിനിടയിലെ 2 പ്രളയങ്ങൾ 100 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ലാത്ത പോലുള്ള ഒരു മഹാമാരി അത് വന്നപ്പോൾ പിണറായി വിജയൻ നല്ല നേതൃത്വം നൽകി, ശരിയാണത്. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് പൂർണ്ണമായിട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം നശിച്ചു പോകും എന്ന് പറയരുത്. ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. അതാണ് നിങ്ങൾ ഇതിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സംഘടനാപരമായ വീക്ക്നെസ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതായി എന്നല്ല, രണ്ടാണ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്. നിങ്ങൾ എന്നിലേക്ക് ഒന്നും അട്രിബ്യൂട്ട് ചെയ്യണ്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡറെ ഇവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല. ലീഡർ ഇല്ലെങ്കിൽ സംഘടന പോകത്തില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പോകും. കോൺഗ്രസ് ഇപ്പൊ കേന്ദ്രത്തിൽ അങ്ങനെ പോകുന്നത്. രാഹുൽ ഗാന്ധി എവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോഴും സംഘടനയില്ലേ? ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് കോൺഗ്രസ് പരാജയപ്പെടുന്നതിന് കാരണം എന്താണ്? സനീഷ് ചേട്ടൻ തന്നെ പറ. രാജ്യത്ത് ഇപ്പുറത്ത് ഒരു വലിയ നറേറ്റീവ് തന്നെ വരുന്നു. ഒരു സ്ട്രോങ് ലീഡറിനെ കോൺഗ്രസിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഒരു സ്ട്രോങ് ലീഡർ അല്ല എന്നുള്ള നറേറ്റീവ് വിജയിക്കുന്നു. എനിക്ക് അങ്ങനെ തോന്നലില്ല. എനിക്ക് ആ തോന്നലില്ലാത്ത ഒരാളാണ്. പക്ഷെ ആ നറേറ്റീവ് വിജയിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യത്തെ കുറിച്ചൊക്കെയാണ്. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ പറഞ്ഞോലെ കുറെ കാലങ്ങളായി ഇപ്പൊ പറഞ്ഞോലെ LDF തോറ്റിട്ടുണ്ട്, കോൺഗ്രസ് തോറ്റിട്ടുണ്ട്. ഇവരൊക്കെ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ഞാൻ. കാര്യം അങ്ങനെ വന്നേ പറ്റൂ. അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരും. പക്ഷെ കുഴപ്പം, ഞാൻ പറയാൻ വരുന്ന കുഴപ്പം, ഇവരുടെ ഒരു വീക്ക്നെസ് ചൂണ്ടിക്കാണിക്കുമ്പം ഇവർ പരമാവധി ചെയ്യുന്ന ഒരു കാര്യം ഇപ്പുറത്തുള്ള അതിനേക്കാട്ടും വലിയ വീക്ക്നെസ് വല്ലതും ഉണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പൊ ആ പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താ? അതിനേക്കാട്ടും വലിയ വീക്ക്നെസ് നിങ്ങൾക്കുണ്ടല്ലോ എന്നാണ് ഇവർ പറയുന്നത്. സ്വയം പരിശോധന നടത്തിയിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപമാണ്, വിമർശനമാണ്. താങ്കൾ പറഞ്ഞ അവസാന പോയിന്റോട് എനിക്കും ചെറിയ യോജിപ്പുള്ള ആളാണ്. പക്ഷേ ശ്രീലാൽ, എനിക്കൊന്ന് ബി രാധാകൃഷ്ണനിലേക്ക് പോകണം. അദ്ദേഹം കുറെ നേരമായിട്ടിരിക്കുകയാണ്. ഞാൻ വരാം. BJP നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തെ ഇപ്പോഴാണല്ലോ നമുക്ക് കിട്ടിയത്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീലാൽ, ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ 4,28,531 വോട്ടിന്റെ കുറവാണ് 2016 നിന്ന് 2021 ആകുമ്പോഴേക്ക് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. 4,28,531 വോട്ടർമാർ BJPയെ ഉപേക്ഷിച്ച് പോയി. ആ ഉപേക്ഷിച്ച് പോയത് CPMനെ തോൽപ്പിക്കാനാകുമെന്ന് കരുതിയിട്ട് UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സംഘടിതമായിട്ട് തീരുമാനമായിട്ട് എടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു നടപ്പാക്കിയതാണെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ആക്ഷേപിച്ചത്, ആരോപിച്ചത്. അത് ശരിയായതാണോ? എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം വലിയ കുറവുണ്ടായിട്ടുണ്ടാകുക വോട്ടിൽ? അല്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആരോപണം രാഷ്ട്രീയമായിട്ട് ഉയർത്തുകയും അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന ചർച്ചയിലേക്ക് രാഷ്ട്രീയത്തിന്റെ അജണ്ട കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാരനാണ്. ആ നിലയിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന് നേരെ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെയോ ഇപ്പോഴത്തെയോ ഒക്കെ നടപടിക്രമങ്ങളെ ന്യായീകരിക്കുവാൻ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ചർച്ച ഇവിടെ ആവശ്യമാണ്. നേരത്തെ ഇവിടെ UDFന്റെ ഭാഗമായി ചില ആളുകൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ UDFുമായി BJPക്ക് ബന്ധം, LDFുമായി BJPക്ക് ബന്ധം എന്നെല്ലാം പറയുന്നത് ഇതൊരു പുതിയ ആരോപണമല്ല. ദശാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ ഉള്ളതാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇത് കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, ജനങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു ആരോപണം. ജനങ്ങളുടെ വോട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേറൊരു പാർട്ടിക്ക് വിൽക്കാൻ പറ്റും? വോട്ടറെ ആക്ഷേപിക്കരുത്. നമ്മുടെ നാട്ടിലെ വോട്ടർമാരുടെ മാനസികാവസ്ഥയാണ്. നമ്മുടെ സംസ്ഥാനത്തായാലും എവിടെ ഒരു 60% ആളുകൾ കൃത്യമായി രാഷ്ട്രീയമുള്ളവരാണ്. 40% ആളുകൾ വലിയ അത്ര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കാണുന്ന കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ആ വോട്ടുകൾ ഓരോ മുന്നണിക്കും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമായി മാറുന്നവരുമാണ്. BJPയെ സംബന്ധിച്ച് കേരളത്തിൽ ദശാബ്ദങ്ങൾ ആയിട്ട് പടിപടിയായി BJP വളർന്നു വരുന്നു. BJPയുടെ സംഘടനാപരമായി സ്ഥിരമായി വോട്ടുകളുണ്ട്. BJP വിജയിക്കും എന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ രൂപപ്പെടുന്ന വോട്ടുകളുമുണ്ട്. കഴിഞ്ഞ ഇപ്പോ ഇവിടെ സഖ്യത്തിന്റെയോ അല്ലെങ്കിൽ രണ്ട് മുന്നണിയുടെയും ആരോപണങ്ങളെ കുറിച്ച് പറയുമ്പോൾ KG മാരാർക്ക് വേണ്ടി പിണറായി വിജയൻ പ്രവർത്തിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയവുമായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നത്.
അപ്പൊ ആ കോൺഗ്രസ് വിരുദ്ധവും എന്നുള്ള രാഷ്ട്രീയം വന്ന സമയത്ത് ജനസംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോലും ഒരുമിച്ചാണ് നിലപാടുകൾ എടുത്തത്. അതേപോലെ അത് ദേശീയ രാഷ്ട്രീയം. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ആദ്യകാലം മുതലുള്ള കേരളത്തിന്റെ രാഷ്ട്രീയം കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും എന്നുള്ളതാണ്. വിമോചന സമരം മുതൽ തുടർന്നുള്ള രാഷ്ട്രീയത്തിന്റെ ചരിത്രം കേരളത്തിൽ അതാണ്. കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളെ എങ്ങനെയൊക്കെ ഭിന്നിപ്പിക്കാം. അവിടെ ശ്രീ രാധാകൃഷ്ണൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇടവേളക്കൊക്കെ പോകേണ്ടത് കൊണ്ടാണ്, നമുക്ക് ഇനി എത്ര സമയമില്ല. അതുകൊണ്ട് ശ്രീ രാധാകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ താങ്കളോട് തന്നെയാണ് ചോദ്യം. ഇവിടെ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ എന്നത് ജനാധിപത്യ രാഷ്ട്രീയ പരിപാടി പ്രവർത്തനം തന്നെയും നിലച്ചു പോകുന്ന, അതിന് തടസ്സമിടുന്ന ഒരു വലിയ ഏകാധിപത്യ പരിപാടിയായിരുന്നല്ലോ. ആ ഏകാധിപത്യ പരിപാടിയിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന, യാതൊരു തരത്തിലും ആശയപരമായിട്ട് പൊരുത്തമില്ലാത്ത ആളുകൾ പോലും ഈ ഏകാധിപത്യ സംവിധാനത്തിനെതിരെ ഒന്നിച്ചു നിന്നിരുന്നു. അതാണല്ലോ ഉണ്ടായത്. അതാണല്ലോ ജനസംഘവും CPM അടക്കമുള്ള വിശാല രണ്ട് പക്ഷത്തൊക്കെയുള്ള ആളുകൾ, കക്ഷികൾ ഒരേ കുടക്കീഴിലേക്ക് വരാനുള്ള സാഹചര്യം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ 15% വോട്ടുണ്ടായിടത്ത് നിന്ന് BJP കേരളത്തിൽ ഞങ്ങളുടേതൊരു സുവർണാവസരമാണ് എന്ന് പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെയും പറഞ്ഞൊരു കാലം കടന്നിട്ട് ഏറ്റവും നല്ല അനുയോജ്യമായൊരു മുദ്രാവാക്യവും സംഭവവും ശബരിമലയിലൂടെ കിട്ടിയതിന് ശേഷവും 4% വോട്ട് കുറയുക എന്ന് വെച്ചാൽ എന്താണ് താങ്കൾ അതിൻ്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കുന്നത്? അത്രയും ആളുകൾ BJPയിൽ വിശ്വാസമില്ലാതെ അപ്പുറത്തേക്ക് പോയി, എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളട്ടെ, പോയി. അത് നിങ്ങളുടെ നേതൃത്വത്തിൻ്റെ കുഴപ്പമല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ല എന്നതിനുള്ള സൂചനയായിട്ട് കാണണ്ടേ? ഇത് രണ്ടിലേതെങ്കിലും ഒന്നാകില്ലേ? സനീഷ് ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് അതില് യെസ് ഓർ നോ എന്ന് ചോദിച്ചാൽ ആ മറുപടി പറയാൻ വേണ്ടിയല്ലല്ലോ ഞാനിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് തുടരാനും അത് സനീഷ് ചോദിക്കുന്ന ഈ ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനിടയിൽ കയറിയിട്ട് സനീഷ് യെസ് ഓർ നോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ വേണ്ടി നിങ്ങൾ ചർച്ചയിൽ ഇരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും കോൺഗ്രസ് വിരുദ്ധവും പല ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോ നിരീക്ഷകരായിട്ടിരിക്കുന്നവരൊക്കെ ഇത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാണ്. രാഷ്ട്രീയ പ്രതിനിധിയായിട്ടുള്ള വേണുഗോപാലിനും അത് നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു നിരീക്ഷണ ശേഷിയുള്ള ആളാണ്. അപ്പൊ കേരളത്തിന്റെ ഈ 40% വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ വോട്ടിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതാത് കാലത്ത് അതിന്റെ വിഹിതം അത് ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാറി മാറി കിട്ടി. അത് കേരളത്തിൽ മാത്രമല്ല, ഏത് പ്രദേശത്ത് പോയാലും അങ്ങനെ മാറും. അപ്പൊ BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ അടക്കം ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുകൊണ്ട് നടത്തിയ പ്രചരണമുണ്ട്. അപ്പൊ ഒരു പുതിയ മുന്നണി രൂപപ്പെട്ടു എന്നുള്ള അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ലഭിച്ചിട്ടുള്ള വോട്ട് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല, ശരിയാണ്. അപ്പൊ അത് കിട്ടിയിട്ടില്ലാത്ത വന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായിട്ടുള്ള കാരണമാണോ അല്ലാത്ത കാരണമാണോ എന്ന് പഠിക്കാനുള്ള സംവിധാനം പാർട്ടി ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ അങ്ങനെ ഞങ്ങൾ വിലയിരുത്തുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ആരോപണത്തിന്റെ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടുകച്ചവടം നടത്തിയോ വോട്ട് മാറ്റി എന്ന് പറയുന്നത് ബാലിശമാണ്. അത് ജനങ്ങളെ ആക്ഷേപിക്കലാണ്. കാരണം ഞാൻ എന്റെ വാർഡിലെ വോട്ട് എനിക്കൊന്നും വിൽക്കാനാവില്ല. ചിലപ്പോൾ പ്രവർത്തനത്തിൽ നിശ്ചലമാക്കുന്ന സമീപനം ചില പ്രദേശത്ത് ആരെങ്കിലും ബോധപൂർവം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ കാര്യം ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഒരു ഇടവേളയിൽ പോകേണ്ട സമയമായതുകൊണ്ടാണ്. അതായത് ഇതിപ്പോൾ ബാലിശമായുള്ള ആരോപണമാണ് എന്ന് പറയാം, പക്ഷെ പറയുന്ന ആളുകളിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയുമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ വോട്ട് യാഥാർത്ഥ്യം ഏറ്റവും അടുത്തറിഞ്ഞ രണ്ട് സ്ഥാനാർത്ഥികൾ, ഒന്ന് ഈ തൃപ്പൂണിത്തുറയിലെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, മറ്റൊന്ന് ബത്തേരിയിൽ CK ജാനു. രണ്ടുപേരും നല്ല ഉത്തരവാദിത്തോടെ സംസാരിക്കുന്നതാണ്. രണ്ടുപേരും പരസ്യമായിട്ട് തന്നെയും വോട്ട് എനിക്ക് കിട്ടേണ്ട വോട്ട് അപ്പുറത്തേക്ക് പോയി, കോൺഗ്രസിലേക്ക് പോയി എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. പരസ്യമായിട്ട് പാർട്ടിക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഔദ്യോഗികമായി തന്നെയും വോട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞു എന്നതിനുള്ള തെളിവല്ലേ നമ്മുടെ മുന്നിൽ? ഇല്ല, അതിപ്പോ സ്ഥാനാർത്ഥികളുടെ അടക്കം അങ്ങനെ പരാതിയോ ആരോപണമോ വന്നാൽ അത് അന്വേഷിക്കാനുള്ള സംവിധാനം രാഷ്ട്രീയമായിട്ട് നിർവഹിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതേസമയം യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വോട്ട് മാറുന്നതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ ഉള്ളപ്പോ അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പണത്തിന് വേണ്ടി കച്ചവടം ചെയ്തു എന്ന് ആരോപിക്കുന്നത് അത് ബാലിശമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഉണ്ടാവുന്നത് പരസ്പര ധാരണ രഹസ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭികാമ്യമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എന്നാൽ അതേസമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റ്
പ്രഷർ ഗ്രൂപ്പുകളുടെയും സാമൂഹ്യ സംഘടനകളുടെയും എല്ലാം വോട്ട് മേടിക്കുന്നത് അവരുടെ ഒരു രഹസ്യ ധാരണയിലൂടെയോ സമീപനത്തിലൂടെയാണ്. പക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞാൻ കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് കേരള കോൺഗ്രസ് മാണിയുമായി ധാരണയുണ്ടാക്കിയിട്ട് കുറവലങ്ങാട് ജില്ലാ പഞ്ചായത്ത്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആദ്യമായിട്ട് വിജയിച്ചത്. അതിനുശേഷമാണ് PC തോമസ് കേരള കോൺഗ്രസിന്റെ ഭാഗമായി BJPയോട് അടുക്കുന്നത്. ആ സമയത്ത് കൃത്യമായി KM മാണിയുമായി ചർച്ച ചെയ്യുമ്പോൾ പോലും രേഖാമൂലമുള്ള എഗ്രിമെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ട നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി അന്ന് സ്വീകരിച്ചത്. അതനുസരിച്ച് ഇന്നത്തെ PM മാത്യുവും അന്ന് TV എബ്രാഹവും രണ്ടാളുകൾ കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്ന് എഗ്രിമെന്റ് വെച്ചതിന് ശേഷമാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നത് അന്ന് ജില്ലാ പഞ്ചായത്ത്. അപ്പൊ BJP രാഷ്ട്രീയമായി നിലപാടെടുക്കുമ്പോൾ ക്ലാരിറ്റിയോടുകൂടി രാഷ്ട്രീയമായി സഖ്യമുണ്ടാക്കും. അതിന് ഞങ്ങൾക്ക് ആരോടും തൊട്ടുകൂടായ്മയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഞങ്ങളുടെ അടുത്ത് വന്നവരും അങ്ങനെയാണ് ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ കാണുന്നത്. അതേസമയം കോൺഗ്രസ് ആയാലും കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ BJPയുടെ മുഖ്യ ശത്രു എന്നുള്ള നിലയിൽ, മുഖ്യ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പരസ്പരം ആ കോൺഗ്രസിന്റെ മുന്നണിയെ എതിർത്തുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണ്. അവര് ദേശീയ രാഷ്ട്രീയത്തിലെ BJPയുടെ നിലപാടിനെതിരായി ഒരുമിച്ചുള്ള സമീപനമാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അവര് പരസ്പരമാണ് ഇവിടെയെല്ലാം ധാരണ ഉണ്ടായിട്ടുള്ളത്. അതിന് കൃത്യമായ ഉദാഹരണങ്ങൾ പല പ്രദേശത്തുമുണ്ട്. അതിനെയെല്ലാം മറച്ചുവെച്ച്, കാരണം BJP ഉയർന്നു വരാതിരിക്കാൻ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ BJPക്ക് സ്പേസ് കൊടുക്കാതിരിക്കാൻ. കാരണം മുഖ്യമന്ത്രി വെല്ലുവിളിച്ച് പറഞ്ഞില്ലേ, നേമത്ത് നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിക്കും. എന്താ അജണ്ട? നേമത്ത് BJPയെ പരാജയപ്പെടുത്താൻ UDFും LDFും BJP വിരുദ്ധമായിട്ടുള്ള ആ പ്രഷർ ഗ്രൂപ്പുകൾ അടക്കമുള്ള എല്ലാ ശക്തികളെയും, സാമൂഹ്യ സംഘടനകൾ BJPക്കെതിരെ ഉണ്ടെങ്കിൽ അവയെ, അതല്ലാതെ തീവ്രവാദ സംഘടനയുണ്ടെങ്കിൽ അവയെ, രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഉണ്ടെങ്കിൽ അവയെ, എല്ലാവരെയും ഇവർ കൂട്ടുപിടിച്ചിട്ടാണ് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ശരി, എനിക്ക് ചോദ്യങ്ങളുണ്ട് ശ്രീ രാധാകൃഷ്ണൻ, പക്ഷേ ഞാനത് ഇടവേളയ്ക്ക് ശേഷം ചോദിച്ചു കൊള്ളാം. ഇടവേള ഒന്നുകൂടെ ഉണ്ട്. ശ്രീ വേണുഗോപാൽ, ഞാൻ താങ്കളിലേക്കാണ് വരിക. താങ്കൾക്ക് ഈ കേട്ട കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മാധ്യമങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും തന്നെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇവിടെ സംഭവിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ മാത്രം കുറ്റം പറയുകയോ അണികളെ അങ്ങനെ ഒരു സംഭവമില്ല. കോൺഗ്രസിന് മൊത്തത്തിൽ ഒരു പാളിച്ച വന്നിരിക്കുന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ഞങ്ങളുടെ ഭാഗത്ത് ഒരു സിംഗിൾ നേതാവിനെ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നേതാക്കന്മാരിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കി എടുക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ ഈ ക്രൈസിസിൽ അത് അങ്ങനെ ഒരു നിലപാടെടുത്തത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ എന്നെ പോലുള്ള കോൺഗ്രസ്സുകാർക്കുണ്ടായിട്ടുണ്ട്. ഈ ക്രൈസിസ് വന്നപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ ഞങ്ങൾ ഇന്ന ആളെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് പാളിച്ച പറ്റിയോ എന്നുള്ളതിനെക്കുറിച്ച് അവലോകനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ കോൺഗ്രസിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അണികളിൽ ചോർച്ച വന്നതോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് പാളിച്ച വന്നതോ അങ്ങനൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇതേ നേതൃത്വമാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ, അതിനു മുമ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, ഉമ്മൻചാണ്ടിയും രമേശും കടന്ന മുല്ലപ്പള്ളിയും ഉൾക്കൊള്ളുന്ന നേതൃത്വമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുന്നു, ശരിയാണ്, അതും ഇപ്പോഴും അത് തന്നെയാണല്ലോ. രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു ലോക്കൽ, അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ എന്തോ പാളിച്ച പറ്റി എന്നുള്ളത് ഈ റിസൾട്ട്. എന്തുകൊണ്ടിട്ട് സെൻട്രൽ ട്രാവൻകൂർ ഏരിയയിലെ ഒരു നല്ല വിഭാഗം ആളുകൾ എന്ന് ഞാൻ പറയുന്നു. പത്തനംതിട്ടയിൽ ആരാണ് കൂടുതലുള്ളത് എന്നറിയാമല്ലോ, കോട്ടയത്ത്, അതേസമയം ആലപ്പുഴയിൽ, കൊല്ലത്ത്. അപ്പം എവിടെയോ എന്തോ സംഭവങ്ങൾ അതിനകത്ത്, അതെന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് കോൺഗ്രസ് പാർട്ടി പഠിക്കാതെ കയറി എന്തെങ്കിലും പറഞ്ഞ് അതിൽ നിന്നും തടിയൂരുന്നത് ശരിയല്ല. ഉണ്ടായ സംഭവങ്ങളെ വിശകലനം ചെയ്ത് പഠിച്ച് അതിന് പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ ഒക്കും. അടുത്ത 3 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പില്ല കേരളത്തിൽ. അപ്പം സ്വാഭാവികമായിട്ട് ആ കാലഘട്ടം നമുക്ക് ഇത് പരിശോധിക്കാനായിട്ട് അടുത്ത 2-3 ആഴ്ചകൾ എടുക്കേണ്ടി വരും. ഓരോ നിയോജക മണ്ഡലത്തിലും കിട്ടിയ വോട്ടിന്റെ കണക്കെടുക്കേണ്ടി വരും.
ഓരോ നിയോജകമണ്ഡലത്തിലും നടത്തിയ തോൽവി എന്തുകൊണ്ടുണ്ടായി? സ്ഥാനാർത്ഥികളുടെ പാളിച്ചയാണോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ പാളിച്ച വന്നോ? എല്ലാം പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ പരിശോധനയുടെ റിസൾട്ടാണ് അന്തിമമായിട്ട് നമ്മളെ എവിടെയാണ് വീഴ്ച വന്നത്, എവിടെയാണ് കോട്ടം വന്നത്, അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് തീരുമാനിക്കേണ്ട ഒരു വേണുഗോപാൽ, എനിക്കറിയാം താങ്കളുടെ പാർട്ടിയിൽ പ്രത്യേകിച്ച് താങ്കളടക്കമുള്ള ആളുകൾ, മുതിർന്ന ആളുകളാണ് ഇതിന് ആലോചിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആലോചിക്കേണ്ട കാര്യം ഉണ്ടാകുമായിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും പ്രാഥമികമായി തന്നെയും ഒരു തെരഞ്ഞെടുപ്പിൽ, അതും 5 വർഷത്തെ ഭരണത്തിന് ശേഷം വരുന്നൊരു തെരഞ്ഞെടുപ്പിൽ, നിങ്ങൾ ഇത്രമാത്രം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നൊരു തെരഞ്ഞെടുപ്പിൽ, 20-ൽ 19 ലോക്സഭാ സീറ്റുകളും നേടിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളോട് ജനം ചേർന്ന് നിൽക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാവുകയല്ലേ? ഒട്ടും പരിശോധന കൂടാതെ മനസ്സിലാവുകയല്ലേ? അതിപ്പോൾ ശബരിമല വിഷയം തൊട്ട് സ്വർണ്ണക്കടത്ത് വരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തോടൊപ്പമല്ല ജനങ്ങൾ നിന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രാഷ്ട്രീയമായിട്ട് പിശക് പറ്റിയെന്ന് സമ്മതിക്കാതെ എങ്ങനെയാണ് ഒരു വീണ്ടും ഒരു ഉണർവുണ്ടാവുക കോൺഗ്രസിന്? അല്ല, രാഷ്ട്രീയമായ പിശക് പറ്റിയെന്ന് അംഗീകരിക്കണമെങ്കിൽ അതിന് നിദാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഗൗരവമായിട്ട് അവലോകനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യണമല്ലോ അനിൽ. അതല്ലാണ്ട് വെറുതെ കയറിയിട്ട് രാഷ്ട്രീയമായ പാളിച്ചകൾ പറ്റിയെന്ന് പറയുന്നതല്ലല്ലോ ശരി. ഇപ്പം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി ഒരഭിപ്രായം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ അഭിപ്രായമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിനെ വാഷ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന BJPയും കോൺഗ്രസിനെ വാഷ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും, അതാണ് ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചപ്പാട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ സഹായിച്ചു എന്ന് എടുത്ത വായിക്ക് 2ാമത്തെ മണിക്കൂറിൽ ജയമുണ്ടായി. 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് അത്രയും വേഗത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തോറ്റവരാണ്. തോറ്റവർ എന്തുകൊണ്ട് തോറ്റു എന്ന് വിശകലനം ചെയ്തിട്ട് മാത്രമേ ജനങ്ങളോട് പറയാനൊക്കെ. ജനങ്ങൾ എന്തുകൊണ്ടിട്ട് ഈ കാഴ്ചപ്പാടിൽ വന്നു? സെൻട്രൽ ട്രാവൻകൂർ ഏരിയയിൽ നിങ്ങൾ ആലോചിക്കുക, എത്ര സീറ്റുണ്ട്, എത്ര സീറ്റ് കിട്ടി, എന്തുകൊണ്ടിട്ട് ആ പാളിച്ച വന്നിരിക്കുന്നു, എങ്ങനെയാണ് പോയത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്തിട്ട് വേണം ജനങ്ങളോട് ആ തിരുത്തൽ നടത്തി തിരുത്തി മുന്നോട്ട് പോകാനായിട്ട്. എന്നാൽ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് കോൺഗ്രസ് പാർട്ടിക്കും UDFനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള രാഷ്ട്രീയമായ വിശകലനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നമുക്ക് ഈ BJP വോട്ട് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന നിലക്ക് കോൺഗ്രസിന്റെ ഒരു വല്ലാതെയുള്ള പിന്നോട്ട് പോക്ക്, ഇല്ലാതാകൽ രാജ്യത്തെമ്പാടും ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതവരെ ഇല്ലാതാക്കുന്നത് BJP ആണ്. പക്ഷേ കേരളത്തിൽ അവരെ ക്ഷീണിപ്പിക്കുന്നത് CPM ആണ്. രാഷ്ട്രീയമായിട്ടുള്ള ക്ഷീണിക്കലാണത്. പക്ഷേ അത് അവർക്ക് തിരിച്ചു വരാൻ ഉതകുന്നൊരു ക്ഷീണിക്കലാണ് എന്ന് ഒരു രാഷ്ട്രീയ പഠിതാവ്, ഈ കാര്യങ്ങളെയൊക്കെ വളരെ കാലമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അവർ ഒരു പരാജയമുണ്ടായാലും തിരിച്ചു വരാൻ ഉതകുന്ന നിലപാടുകളിലേക്ക്, തിരുത്തൽ പരിപാടികളിലേക്ക് അവർ പോകുന്നുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഇവിടെ രാധാകൃഷ്ണൻ വേഗം പറഞ്ഞ കാര്യത്തോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുമോ? വളരെ ഉപരിപ്ലവവും വളരെ ലളിതയുക്തി എന്നുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാം. സനീഷും അത് ആവർത്തിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, BJPയുടെ സ്ട്രാറ്റജി നമ്മൾ പുറത്ത് കാണുന്നതിനപ്പുറത്താണ്. ഇപ്പോൾ ഫോറം ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഏജൻസി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സുതാര്യമാകാത്തതിനെ കുറിച്ചും അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പണത്തിന്റെ ഇടപെടലിനെ കുറിച്ചും നിരവധി പഠനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്നുണ്ട്. ഇപ്പൊ കർണാടകയും അതുപോലെ തന്നെ പുതുച്ചേരിയുമായി ബന്ധപ്പെട്ട അവരുടെ പഠന റിപ്പോർട്ടുകളുണ്ട്. ആ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്നറിയോ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് തന്നെ BJP ജയിച്ചു കഴിഞ്ഞാൽ BJPയിലേക്ക് കാലുമാറാൻ ആവശ്യമായ ആളുകളെന്ന രീതിയിൽ പണം കൊടുത്തും മറ്റു വോട്ട് സഹായങ്ങൾ നൽകിയും അവരെ എങ്ങനെയാണ് ക്യാൻവാസ് ചെയ്തത്, എങ്ങനെയാണ് അവർ ലോബിയിങ് നടത്തിയത്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി സ്ട്രാറ്റജി അമിത്ഷായ്ക്കുണ്ട്, മോഡിക്കുണ്ട്, അവർക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഏജൻസികൾക്കുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ മുമ്പിൽ കർണാടകയും അതേപോലെ തന്നെ പുതുച്ചേരിയും ഒന്നും അത്ര വിദൂരമായ പ്രദേശങ്ങളല്ലല്ലോ, അത്ര വിദൂരമായ അനുഭവങ്ങളല്ലല്ലോ. ഈ കേരളത്തിൽ പലരെയും BJP സഹായിച്ചു. പരമ്പരാഗതമായ വോട്ട് കച്ചവടത്തിനപ്പുറത്ത് അമിത്ഷായുടെ ഒരു സ്ട്രാറ്റജി കേരളത്തിൽ നന്നായി പ്രവർത്തിച്ചു. കാരണം സംഘപരിവാറിന് കേരളത്തിൽ വേര് പിടിപ്പിക്കണമെങ്കിൽ കോൺഗ്രസിനെ കൂടെ ചേർത്ത് നിർത്തണം. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ, മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ തകർക്കണം. കമ്മ്യൂണിസ്റ്റുകാരോട് രാധാകൃഷ്ണ മേനോന്റെ ഈ സംഘപരിവാറിന്റെയും പ്രധാനപ്പെട്ട വിമർശനം എന്താ? നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു, നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട വിമർശനം. അത് നമ്മൾ 1950 മുതൽ 67 മലപ്പുറം ജില്ല രൂപീകരണം മുതൽ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും കാണാതെ
കോൺഗ്രസും BJP ആയിട്ട് ഒരു ബന്ധമുണ്ടാവില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് ഒരു ബന്ധമുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിഷ്കളങ്കമായ ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട വേണുഗോപാലിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾക്ക്, SN കൃഷ്ണൻ ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ, അത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്ന വാഴ്ചകൾ അതാ ഞാൻ പറഞ്ഞോളൂ. നയമാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്ന് കോൺഗ്രസ് എടുക്കുന്നതിനെ കുറിച്ചാണ് ആക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ ഒരുപാട് അധ്വാനം നടത്തുന്നു. നിങ്ങൾ ന്യൂനപക്ഷങ്ങളെയല്ല, ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷ ജനത്തെയും ഒന്നും പീഡിപ്പിക്കുന്ന പ്രശ്നമല്ല. അവരുടെ ഭരണഘടനാപരമായ പരിരക്ഷയും അവരുടെ അവകാശ സംരക്ഷണവും വളരെ ഉത്തരവാദിത്വപൂർവ്വം ഏറ്റെടുത്തവരാണ് ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികൾ. നമ്മുടെ ഭരണഘടന നൽകുന്ന പരിരക്ഷ, ന്യൂനപക്ഷ പരിരക്ഷ, ദളിത് പരിരക്ഷ, ഇതൊന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചിട്ടും ഇപ്പോൾ BJP ഭരിച്ചിട്ടും യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പൊ ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷാ വ്യവസ്ഥകൾക്ക് വേണ്ടി വാദിക്കുന്നത് ന്യൂനപക്ഷ പീഡനമായിട്ട് BJP കാണും, BJP അവതരിപ്പിക്കും. അതവരുടെ അജണ്ടയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള സംഘപരിവാറിന്റെ എതിർപ്പിന്റെ അടിസ്ഥാനം ഇതാണ് എന്ന് വേണുഗോപാലിനെ പോലുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കുകയും ആദരണീയരായ കോൺഗ്രസിലെ മതനിരപേക്ഷവാദികള് അല്ല, അവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ബംഗാളിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് CPM അടക്കമുള്ള മതനിരപേക്ഷ കക്ഷികളുമായി ചേർന്ന് നിന്നുകൊണ്ട് BJP എതിർക്കുകയല്ലേ? BJPയുടെ എതിർപക്ഷത്ത് തന്നെയല്ലേ കോൺഗ്രസ് എല്ലായ്പ്പോഴും ഇപ്പോഴും ഉള്ളത്? കൂടുതൽ വോട്ട് സീറ്റ് നേടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ചില കെ ബാബു പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ചിലർ പറയുന്നുണ്ടാകും. പക്ഷേ BJP അവരുടെ എതിരാളികളാണ്. സനീഷെ, ഞാൻ പറഞ്ഞു വരുന്നതാണ്, മതനിരപേക്ഷ ജനാധിപത്യത്തിന് ഭീഷണിയാവുന്ന BJPക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ CPM വിമർശനം നടത്ത്. CPMന്റെ കിറ്റിനെ വിമർശിക്കേ, CPMന്റെ മറ്റെല്ലാ വികസന നടപടികളെയും വികസിക്കും. നിങ്ങൾ BJPക്കാർ പറയുന്ന കാര്യമല്ലേ, പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് ലൈഫ് കൊടുക്കുന്നത്, പ്രധാനമന്ത്രി ആവാസ് യോജനയാണെന്ന് ഇവിടെ നിങ്ങൾ ബാധിക്കുന്നില്ലേ? നിങ്ങളും BJPക്കാരെ പോലെ പ്രചരിപ്പിക്കുന്നില്ലേ? പക്ഷേ കിറ്റോ അത് കേന്ദ്രത്തിന്റെ ഫണ്ടല്ലേ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചർച്ചകൾ നിരന്തരമായി അതിനെ പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് എന്നെപ്പോലുള്ള എത്രയോ CPM പ്രതികൾക്ക് പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സുകാർ ഇവിടെ BJPക്ക് വേണ്ടി വാദിക്കുക. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ BJP ഇവിടെ ഒന്നിപ്പിക്കുന്നത്? അങ്ങനെ ഒന്നിപ്പിക്കുന്നത് കേരളത്തിൽ 4 ലക്ഷം രൂപ ലൈഫ് പദ്ധതിയിലൂടെ ഒരു സാധാരണക്കാരന് വീട് വെക്കാൻ കൊടുക്കുന്നതിനകത്ത് 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും 2 ലക്ഷം രൂപ ലോക്കൽ ബോഡികളും 50,000 രൂപയാണ് സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിലൂടെ കൊടുക്കുന്നത്. ഗ്രാമങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് 72,000 രൂപയും അർബൻ ആവാസ് യോജനക്ക് 1.5 ലക്ഷം രൂപയും ബാക്കി മുഴുവനും 4 ലക്ഷം രൂപയിൽ ഈ 72,000-ഉം ഈ 1.5 ലക്ഷവും കഴിഞ്ഞാൽ ബാക്കി മുഴുവനും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സമ്മതിച്ചു കൊടുക്കേണ്ടതാണ് ശ്രീ വേണുഗോപാൽ. അതായത് അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം എല്ലാ നാടുകളിലും ഉള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJPക്കാരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തുകൊണ്ട് BJPക്കാരുടെ വാദമാണ് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് BJP കേന്ദ്ര സർക്കാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ചർച്ചയാണല്ലോ ശ്രീ KT. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വോട്ടിനൊന്നും സ്വാധീനിക്കില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീകുമാർ, ഇവിടെ കോൺഗ്രസ് തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ട് എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും താങ്കൾ പറയുക? എന്ത് ചെയ്താലാണ് ഈ കോൺഗ്രസിന് ഇപ്പോഴത്തെ ഒരു ക്ഷീണത്തിൽ നിന്ന് കരകയറാനാവുക? അല്ല, കോൺഗ്രസ് ചെയ്യേണ്ടത് കോൺഗ്രസ് അത് KPCC ഒരു തീരുമാനം എടുക്കുമായിരിക്കും. എനിക്ക് അവരുടെ കാര്യം പറയാൻ കഴിയില്ല. പക്ഷെ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന് മുമ്പെങ്കിലും പാർട്ടിയുടെ പ്രാദേശിക ജില്ലാ ഘടകങ്ങളെ സജ്ജമാക്കാൻ ശ്രമിക്കണം. ഇതിപ്പോ തദ്ദേശ ഇലക്ഷനിലെ പരാജയപ്പെട്ട ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും അവർ ആലോചിക്കേണ്ടതായിരുന്നു, തദ്ദേശ ഇലക്ഷനിൽ തോറ്റു, ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താണ്? പ്രാദേശിക തലങ്ങളിൽ, ബൂത്ത് തലങ്ങളിൽ, ഡിവിഷൻ തലങ്ങളിൽ അത് കൃത്യമാണോ എന്നവർ അന്വേഷിക്കേണ്ടിയിരുന്നു. അത് പലയിടത്തും അവർ അന്വേഷിച്ചിട്ടില്ല. അതെ, അത് അവർ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നേതാക്കൾ ഇപ്പൊ ഈ കോവിഡ് കാലമായതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ കാര്യം ആലോചിക്കണം. കുഞ്ഞിക്കണ്ണ മാഷോട് ഇരിപ്പുണ്ടല്ലോ, കോവിഡ് കാലത്ത് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടും
CPM-ന്റെ പല പ്രവർത്തകരും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ അവർ പാർട്ടി പ്രവർത്തനവുമായിട്ട് വീടാന്തരം കയറി ഇറങ്ങിയിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തിരുന്നില്ല. അത് വലിയ ക്ഷീണമാണത്. കാരണം CPM പോയതിൽ അർത്ഥമുണ്ട്. ഞാൻ ഈ കിറ്റും പെൻഷനൊക്കെ വെറുതെ തമാശ പറഞ്ഞതല്ല. അവർ പറയണം ഇത്ര കിറ്റ് കിട്ടിയില്ലേ, ഇത്ര പെൻഷൻ കിട്ടിയില്ലേ എന്നൊരു സുഖാന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വിചാരിക്കുക, ഇവരൊക്കെയാണല്ലേ തരുന്നത് എന്നൊരു ചിന്ത വരും. അതൊന്നും നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ചിന്ത, ഒരു പ്രവർത്തനത്തെയൊന്നും കോൺഗ്രസ് പോയിട്ടില്ല. അപ്പൊ അത് കോൺഗ്രസിന്റെ പ്രാദേശികമായ തലത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കരുത് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതാണ് ഈ ആ തരത്തിലുള്ള ഒരു തിരുത്തൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വളരെ പെട്ടെന്ന് താഴോട്ട് പോവുകയാണ് ചെയ്യുക. ശ്രീ രാധാകൃഷ്ണൻ, അതേ ചോദ്യം തന്നെ എനിക്ക് BJP നേതാവ് നിലക്ക് താങ്കളോടും ചോദിക്കാനുണ്ട്. അതായത് 15 ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം 11.3 താഴെ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തുക? അതായത് ഈ നേതൃതലത്തിലെ മാറ്റം ഉണ്ടാകേണ്ടതല്ലേ? നേതാക്കൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ? ഒപ്പം ഇത്രയും സുവർണാവസരങ്ങൾ മുന്നിലുണ്ടായിട്ട് പോലും പാർട്ടിക്കകത്തെ പോര് അതിരൂക്ഷമായിട്ട് നാട്ടുകാരറിയും വിധത്തിൽ അതിരൂക്ഷമായിട്ട് തുടർന്നത് നിങ്ങളുടെ ഈ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും എന്തൊക്കെ കാരണങ്ങളാണ് ഞങ്ങളുടെ തിരിച്ചടിക്ക് ഇടയായിട്ടുള്ളത് എന്നുള്ളത് സമഗ്രമായി പഠിക്കാനും അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനും എല്ലാമുള്ള സംവിധാനം സംഘടനാ തലത്തിൽ രൂപപ്പെടും ഭാവിയിൽ. തീർച്ചയായിട്ടും അത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അത് പഠിച്ച് പരിഹരിച്ചെങ്കിൽ മാത്രമല്ലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടത്തിലും തിരിച്ചടി ഉണ്ടാകുന്നത് ഇപ്പൊ ഞങ്ങൾ പണ്ട് കാലത്ത് വളരെ മുന്നോട്ട് പോയിരുന്ന പാർട്ടി 2 സീറ്റുമായി പാർലമെന്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആ 2 സീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഭരണത്തിലേക്ക് ഉയർന്നു വരാമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇതുവരെയുള്ള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഞങ്ങള് സീറ്റിന്റെ പിൻബലത്തിൽ, നിയമസഭാ പ്രാതിനിധ്യത്തിന്റെ പിൻബലത്തിലല്ല ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യമോ ഔദാര്യമോ 2 മുന്നണിയും തന്നിട്ടല്ല. ഞങ്ങൾ ഇതിനെ ചെറുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ. കാരണം ഇരു മുന്നണിക്കും ബദലായി ജനകീയ അടിത്തറയുള്ള രാഷ്ട്രീയമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അതിനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഇവര് തമ്മിലുള്ള മത്സരം എന്താ? ഈ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായി നിൽക്കുന്ന ഇവര് തമ്മിൽ കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ ആരാണ് ഇവരുടെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എന്നുള്ള മത്സരമാണ് സനീഷ ഇവര് നടത്തുന്നത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അതിൽ വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസിന് ഭാവിയിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ജൂനിയർ പാർട്ണറായി കേരളത്തിൽ നിൽക്കേണ്ടി വരും. BJP ആണ് ദേശീയ രാഷ്ട്രീയത്തിലെ മുന്നിൽ നിൽക്കുന്നതിന്റെ തുടർച്ചയായി കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു സീറ്റുമില്ലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പെർഫോമൻസിലേക്ക് ഉയരുവാനുള്ള അടിത്തറയുണ്ട്, ബേസ് ഉണ്ട്, പ്രവർത്തകരുണ്ട്, ആശയമുണ്ട്, പരാജയപ്പെടുത്താൻ കഴിയാത്ത വിശ്വാസവും ഞങ്ങളുടെ സംഘടനയുടെ പിൻബലം അതാണ്. ആ പിൻബലത്തിൽ ഉറച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ മുന്നേറ്റത്തെ ചെറുക്കാൻ വരുന്ന കാലത്ത് കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്ന മുന്നണിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുകയും കോൺഗ്രസ് അതിന്റെ ജൂനിയർ പാർട്ണർ ആവുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ രാധാകൃഷ്ണൻ. ശ്രീ ലാൽകുമാർ, ഇവിടെ കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ ജൂനിയർ പാർട്ണറായിരിക്കുക, ഇടതുപക്ഷം ഭരിക്കുക, പ്രതിപക്ഷത്ത് BJP നല്ല ശക്തിയോടെ നിൽക്കുക. കോൺഗ്രസ് ക്ഷീണിച്ചു എന്നതൊരു വസ്തുത ആണ്. എന്തായാലും അതിപ്പോഴെങ്കിലും അതൊരു യാഥാർത്ഥ്യമായിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾക്ക് കുറെ കൂടെ അവർ കൂടെ ഏറ്റെടുത്തിട്ട് കുറെ കൂടെ ഒരു സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ശബരിമലയിൽ ആചാരലംഘനം നടത്തിയാൽ തടവ് ശിക്ഷ എന്നതുപോലുള്ള കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയ്ക്കകത്ത് തന്നെ വന്ന കാലമാണ്. എന്ന് വെച്ചാൽ BJP ഉദ്ദേശിക്കുന്ന അവരുടെ രാഷ്ട്രീയത്തിന് അത്രക്ക് കടുത്ത തോതിലല്ലെങ്കിലും കുറച്ച് മൈൽഡായിട്ട് നമ്മുടെ സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, വർത്തമാനങ്ങൾക്ക്, അവരുടെ നേതാക്കളുടെ വർത്തമാനങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കോൺഗ്രസ് ക്ഷീണിച്ച് നിൽക്കുന്നത് 5 വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് ക്ഷീണിച്ചു പോവുകയും BJP വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയായിരിക്കും താങ്കൾ നൽകുക? ഇത് അവർ തന്നെയും കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ തന്നെയും തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞൊരു കാര്യം കൂടെയാണ്. ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇതിനകത്ത് കുറെ നാളുകളായി കേരളത്തിലെ BJP പ്രവർത്തകർ, BJP അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ കൊണ്ടുവരുന്നൊരു നറേറ്റീവ്, അത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഒരുമിച്ചിരുന്ന് ആലോചിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ പറയുന്നൊരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊക്കെ വരുമ്പം മുസ്ലിം ന്യൂനപക്ഷം വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിച്ചു. നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ഇവിടുത്തെ ജനസാമാന്യം എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തിരുവല്ല മണ്ഡലത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട്?
വളരെ കുറവ് മുസ്ലിംസ് ആണ്. അവിടുത്തെ ജനങ്ങൾ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നാനാവിധ ജാതിയിലുള്ള എല്ലാ ആൾക്കാരും ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ജയിച്ചിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുഴപ്പം ഇവര് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷവുമായിട്ട് ഈ പറയുന്ന CPIM കോംപ്രമൈസ് ചെയ്യുന്നു, അല്ല എങ്കിൽ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്യുന്നു, അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ, ഹിന്ദുക്കൾക്ക് ഒരു പാർട്ടി എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയാമോ ആ കാര്യങ്ങളെല്ലാം പറയുക എന്നുള്ളതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു പ്രത്യേകത മെജോറിറ്റേറിയനിസം എന്നതിന് നമ്മളെ പറയും. ചുമ്മാതുള്ള വാക്കിൽ നമ്മൾ മെജോറിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒരു വിമർശനം ഉണ്ടായി വന്നത് മുസ്ലിം ലീഗും അല്ലെങ്കിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് അവർ വിമർശിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ പോലും നമ്മൾ പറയുന്ന പോലെ അവരെ തീവ്ര നിലപാടുള്ള ആൾക്കാരാണെന്നൊരു വാദം ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാര്യം മുസ്ലിം സാമാന്യത്തെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെയും അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, 100% ഉണ്ട്. കാര്യം അതാ രാജ്യത്തിന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ആ വാക്കിനെ നേരത്തെ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചുവല്ലോ. അതായത് ഈ പറയുന്ന എന്താണ് പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ വിഷയത്തെ ഒന്ന് സൈഡിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത് എന്ന വിഷയം ഉന്നയിച്ചതോട് കൂടിയിട്ട് അതിനകത്തൊരു ദുഷ്ടലാക്ക് ആളുകൾക്ക് മുന്നിൽ വെളിപ്പെട്ടില്ലേ എന്നാണ് നേരത്തെ ശ്രീകുമാർ ചോദിച്ചത്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. പിണറായി പറയുമ്പോൾ അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. മുസ്ലിം ലീഗ് എന്താ ചെയ്യുന്നത്? മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുടെ പുറകെ പോവാ, അല്ലെ SDP-യുടെ പുറകെ പോവാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിന് മുമ്പ് അത് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിന് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടോ? അതാണ് അവിടുത്തെ കാര്യം. ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ശരിയാവും. നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. മുസ്ലിം ന്യൂനപക്ഷവുമായിട്ട് മുസ്ലിം ഈ തീവ്ര ഐഡിയ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഈ പറയുന്ന ഒരു കോംപ്രമൈസ് നടത്തിയിട്ടുണ്ട് UDF. അത് UDF-ന്റെ ഭാഗമാകുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, SDP-ക്കാരും CPM ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. വോട്ട് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ SDP-യുടെ വോട്ട് പിടിക്കാനായിട്ട് ഇവിടുന്ന് ഒരു ഓട്ടം ഓടേണ്ട കാര്യമില്ല. അത് ഇവരുടെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായി എന്ന് പറയുന്നത് ഒരു അപകടകരമായ കാര്യമാണ്. അതൊരു മറ്റൊരു വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിനെ ഈ പറയുന്ന നറേറ്റീവിനെ, ഞാൻ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ നറേറ്റീവിനെ ഇതൊരു ഹിന്ദു പാർട്ടിയോ മുസ്ലിം പാർട്ടിയോ ക്രിസ്ത്യൻ പാർട്ടിയോ ആക്കി മാറ്റാനായിട്ടുള്ള ഒരു കാര്യം, അതാണ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത. കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതാണ് BJP-യുടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹിന്ദുവിനെയെങ്കിലും കോൺഗ്രസിന് ജയിപ്പിക്കാൻ പറ്റിയോ? ഇവിടുത്തെ ന്യൂനപക്ഷം ജയിപ്പിച്ചില്ല. സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ കോൺഗ്രസിനെ തോപ്പിക്കുക ചെയ്തത്. ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതിനെ കോൺഗ്രസ് അതിനെ BJP കാണുന്നത് ഇവിടുത്തെ ഏതേലും ഒരു ന്യൂനപക്ഷക്കാരൻ അനുവദിച്ചോ ഒരു ഹിന്ദുവിനെ ജയിപ്പിക്കാൻ എന്നുള്ളതാണ്. ആ നറേറ്റീവ് അപകടകരമാണ്. അതിനെക്കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി മലയാളി സമൂഹം കേരളീയ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 1905 ബംഗാൾ പാർട്ടീഷൻ ചെയ്താണ്. അതുപോലുള്ള അത് കഴിഞ്ഞ് നമ്മൾ 47 പാർട്ടീഷൻ കണ്ടു. അതുപോലെ മത ഡിവൈഡ്. ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇവിടെ ഈ ശ്രീധരന്റെ തോൽവി, ഈ ശ്രീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം വലിയ ടെക്നോക്രാറ്റ് ആയിട്ട് ഇരുന്നിട്ട് BJP-കാരനായത് ഇടതുപക്ഷക്കാർക്ക് വലിയ വിഷമമുണ്ടാക്കിയിരുന്നു. അദ്ദേഹം പാലക്കാട് പിടിച്ചെടുത്തേക്കുമെന്ന തോന്നലാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ വിജയിക്കാൻ അനുവദിക്കാതെ ഷാഫി പറമ്പിൽ അവിടെ വിജയം നേടിയപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലെല്ലാം ഷാഫി പറമ്പിലെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. നോക്കൂ, ഇവിടെ കോൺഗ്രസ് BJP-യെ വേണ്ട വിധം എതിർക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളിൽ ഒന്ന് BJP-ക്ക് മേൽ നേടിയത് ഒരു കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നത്, പരിഹസിക്കുന്നത് ശരിയായ കാര്യമാണോ ഈ BJP ബന്ധമൊക്കെ പറഞ്ഞിട്ട്? അല്ല, കോൺഗ്രസിനെ അധിക്ഷേപിക്കാൻ പാടില്ല. ഞങ്ങൾ വിമർശനമാണ് മുന്നോട്ട് വെക്കുന്നത്, വസ്തുതകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ഷാഫി പറമ്പലിനെ വോട്ടെണ്ണുന്നതിന്റെ ആദ്യ മണിക്കൂറുകളിൽ പിറകോട്ട് പോകേണ്ടി വന്നത് എവിടെയാണെന്ന് സനീഷ് പരിശോധിച്ചിട്ടുണ്ടോ? പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തു പോകുന്ന അഗ്രഹാരങ്ങളുടെയും വലിയ നായർ തറവാടുകളുടെയും കോൺഗ്രസ് ചരിത്രമുള്ള പാരമ്പര്യമുള്ള പ്രദേശങ്ങളിലാണ്. അത് നമ്മൾ പരിശോധിക്കണം. സാധാരണ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒക്കെ ഗ്രാമീണ മേഖലകളിലേക്ക് കടക്കുമ്പോഴാണ് ഷാഫിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. കോൺഗ്രസും ഇടതുപക്ഷവും ഒരുപോലെ BJP-ക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും CP പ്രമോദും ഷാഫി പറമ്പിലും
BJP ഈ ശ്രീധരനെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ വോട്ടുകൾ പിടിച്ചു. അതിന്റെ ഫലം എന്ന നിലക്കാണ് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഷാഫി പറമ്പലിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പരമ്പരാഗതമായി കോൺഗ്രസിന്റെ സ്വാധീന മേഖലകളെ കവർന്നെടുത്ത BJPക്കെതിരായിട്ട് നേരത്തെ മുതൽ പ്രതിരോധമുണ്ടായില്ല. അദ്ദേഹവും ശ്രീധരൻപിള്ള പറഞ്ഞ സുവർണാവസരത്തിന്റെ പിറകെ പോയ ആളാണ്. ശരി, ഞാൻ ഇടപെടുന്നതിനോട് ക്ഷമിക്കണം. സമയക്കുറവുകൊണ്ടാണ്. ശ്രീ രാധാകൃഷ്ണമേനോനെ കൊന്നുപോയിട്ട് ശ്രീ രാധാകൃഷ്ണമേനോൻ ഇപ്പോഴുണ്ടായിരിക്കുന്ന തിരിച്ചടി കോൺഗ്രസിനേക്കാൾ വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ BJPക്ക്. ഇതിൽ നിന്ന് കരകയറുമോ താങ്കൾ? ഒന്നോ രണ്ടോ വാചകങ്ങളിൽ പറഞ്ഞാൽ എനിക്ക് വേഗം ചർച്ച അവസാനിപ്പിക്കാം. ഒരു സംശയവുമില്ല, ഇവിടെ ഇടതു വലത് മുന്നണികൾ ഒരുമിച്ച് മൈനോറിറ്റി കൺസോളിഡേഷൻ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് അതിനുവേണ്ടി പരസ്പരം മത്സരിക്കുന്ന സമയത്ത് ഈ നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെല്ലാം ഒരുപോലെ നിന്ന് മൈനോറിറ്റിയെയും മെജോറിറ്റിയെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമീപനം സ്വീകരിക്കുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടി, ദേശീയ തലത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന്റെ തുടർച്ച കേരളത്തിലും വരുന്ന കാലഘട്ടം അനധിവിദൂരമല്ല. പാർട്ടിക്ക് ആ നിലയിലേക്ക് ഉയരാൻ അതിന് ഉതകുന്ന തരത്തിലുള്ള അടിത്തറയുണ്ട്, ജനവിശ്വാസമുണ്ട്. പിന്നെ താൽക്കാലികമായി തെറ്റിദ്ധാരണ വരുത്തുവാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിൽ BJPയെ അകറ്റി നിർത്തുവാൻ, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് BJPയെ അകറ്റി നിർത്തുവാൻ അതിനുതകുന്ന ചില പ്രചരണങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കാലങ്ങളായി കേരളത്തിൽ നടത്തുന്നുണ്ട്. ആ പ്രചരണം അവർ തുടർന്നുകൊണ്ടേയിരിക്കും. ശരി, വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണനോട് ഇടപെടുന്നതിൽ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചായിരുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടി വോട്ടുകളെ കുറിച്ചായിരുന്നു ഈ ചർച്ചയുടെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം ഭാഗവും ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഒപ്പം അദ്ദേഹം 2 മണിക്കൂറുള്ള ഈ ചർച്ചയിൽ 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഈ ചർച്ച അവസാനിപ്പിച്ചത്. വളരെ നന്ദി ശ്രീ B രാധാകൃഷ്ണമേനോൻ, ശ്രീ N വേണുഗോപാൽ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ N ലാൽകുമാർ, ശ്രീ N ശ്രീകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വരും ദിവസങ്ങളിലും സ്വാഭാവികമായിട്ടും